ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ചാപ്റ്ററിൻ്റെ സത്തുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു എസെൻസ്, എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് ഒന്ന് സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ഡിസ്കഷൻ, ഇത് ഇലാബറേറ്റ് ആയിട്ടല്ല, ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. ചാപ്റ്ററിനൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മിസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ചാപ്റ്റർ ഏതാണ്? ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുള്ള, ഒരുപാട് മിസ്റ്ററി ഉള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് എഡ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റി മിസ് നഹാനുൽ ഹലീബി. അപ്പോൾ എൻ്റെ പേരെന്താണ്? നഹാനുൽ ഹലീബി. ഓക്കെ, നിങ്ങൾക്ക് എന്നെ ഹലീബി മാം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹലീബി മിസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടീച്ചർ എന്ന് വിളിക്കാം, എന്ത് വിളിക്കാം, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ നമ്മൾ സമയം കളയാതെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഏതാണ്? ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. ഈ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആദ്യം എന്താണ് ഈ സംഭവം അല്ലേ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചില കല്യാണത്തിലൊക്കെ പോവും, കല്യാണം കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കുഞ്ഞുവാവുണ്ട് എന്ന് പറയും. അപ്പം നമുക്കറിയാം എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഓഫ് സ്പ്രിങ്സ്, പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ റീപ്രൊഡക്ഷൻ ശരിക്കും എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് എവറി ലിവിങ് ഓർഗാനിസം ഗിവിങ് ബർത്ത് ടു യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. അതാണ് പണ്ടുള്ളവർ ചോദിക്കാറുണ്ട്, എന്താണ് മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ? മത്തം കുത്തിയാൽ എന്താ കുമ്പളം മുളയ്ക്കാത്തത്? കാരണം ദെയർ ഓൺ കൈൻഡ് എന്ന് ഇവിടെ പറഞ്ഞു. കണ്ടോ? ഇത് നമ്മളെപ്പോലുള്ള, ജസ്റ്റ് എ മിനിറ്റ് കേട്ടോ, നമ്മളെപ്പോലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് മങ്കീൻ്റെ കുഞ്ഞിനെ ഹലീബി മാമിന് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മങ്കി കുഞ്ഞാവോ? ഇല്ല അല്ലേ? ഹലീബി മാമിന് ഒരു മനുഷ്യക്കുട്ടിയാണ് കിട്ടുക. അത് ഒരു ഡോഗ് റീപ്രൊഡ്യൂസ് ചെയ്താൽ ഡോഗിൻ്റെ കുട്ടി പപ്പിയാണ് കിട്ടുക അല്ലേ? മങ്കി റീപ്രൊഡ്യൂസ് ചെയ്താൽ മങ്കി കുട്ടി, ഗോട്ട് റീപ്രൊഡ്യൂസ് ചെയ്താൽ ഗോട്ട് കുട്ടി. അപ്പോൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്? ദെയർ ഓൺ കൈൻഡ്, നമ്മളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങാൻ പോവാം കേട്ടോ. എന്തിനാണ് വൈ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്? എന്തിനാണ് ഇങ്ങനെ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കുക, നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരിക്കുക നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തലമുറ ഉണ്ടാവുമോ? പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ? അപ്പോൾ അത് പ്രശ്നമാവും അല്ലേ? നമ്മളെ തലമുറ എന്താണ്, അന്യം നിന്ന് പോകും. പണ്ടത്തെ സിനിമയിലൊക്കെ പറയും, നീ എന്താണ്, പണ്ടത്തെ സിനിമയിലേക്ക് പോകണ്ട, ഇപ്പോൾ കൊറിയൻ സീരീസ് കാണുന്നവരാണെങ്കിൽ എല്ലാ മക്കളും കൊറിയൻ സീരിയൽ കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? അതിലെന്താ പറയുന്നത്? സ്വന്തം പരമ്പരയിലുള്ള ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് പേരൻസ് എന്തെല്ലാം ഏതറ്റം വരെ പോകുന്നു അല്ലേ? എന്നിട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് റീപ്രൊഡ്യൂസ് ചെയ്തൊരു കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം എന്താണ് റീപ്രൊഡക്ഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ എയിം ഓഫ് റീപ്രൊഡക്ഷൻ? വൈ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്? കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷ്യസ്. ആ സ്പീഷ്യസിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്പീഷ്യസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവും, വംശനാശം സംഭവിച്ചു പോവും. ഓക്കെ, ഇനി to introduce the genetic variation in their population. ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ തലമുറകൾ ഉണ്ടായി വരുമ്പോൾ അതിൽ ഓരോരോ മാറ്റം ഉണ്ടാവില്ലേ? ആ മാറ്റമാണെന്ത്? ജെനറ്റിക് വേരിയേഷൻ. എന്താ പറയുക? ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ അച്ഛനും അമ്മേനെയും ഒന്ന് നോക്കി നോക്കൂ. അതേ എക്സാക്റ്റ് റെപ്ലിക്കയാണോ നിങ്ങൾ? ആണോ? ഇവിടെ നമുക്ക് എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ് തന്നിട്ടുള്ളത്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? ഒരു കാലത്ത് എല്ലാവരുടെയും ആവേശം. ഇന്നിപ്പോൾ മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാലത്ത് എന്താണ് സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലെ തന്നെയാണോ? മാറിപ്പോവും അല്ലേ? നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തന്നെ തോന്നിപ്പോവും. ആണോ? അങ്ങനെയാണോ? നമ്മൾ മാറിപ്പോവും. നമ്മളെന്താ, മകൻ പോകുമ്പം സച്ചിൻ അത് പോകുന്നു അങ്ങനെ നമ്മൾ പറയോ? നിങ്ങൾ പറ. ഇല്ല. എന്തുകൊണ്ടാണത്?
there are വേരിയേഷൻസ്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്കല്ല, കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, ബട്ട് എന്താണ് കുറച്ച് ഡിഫറൻസും ഉണ്ട് അല്ലേ. കുറച്ച് സിമിലാരിറ്റീസ് നമുക്ക് കാണാം, പക്ഷേ നമ്മൾ എന്താണ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ സച്ചിനെ നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഉറക്കത്തിൽ ഒരു സച്ചിൻ്റെ ഫോട്ടോ കാണിച്ചെന്നാൽ അത് സച്ചിനാണെന്ന് പറയും. പക്ഷേ ഇപ്പം മെസ്സി ആണെങ്കിലും അങ്ങനല്ലേ, റൊണാൾഡോ വിചാരിച്ചോ, റൊണാൾഡോ ആണെങ്കിലും റൊണാൾഡോൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആ റൊണാൾഡോ ആണെന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അതേ സ്ഥാനത്ത് റൊണാൾഡോൻ്റെ സണ്ണിനെ കൊണ്ട് കാണിച്ചു തന്നാൽ അല്ലെങ്കിൽ ബ്രദറിനെ കൊണ്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ അത്ര ഈസിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? ഓരോ ഇൻഡിവിജ്വലും എന്താണ് യുണീക്കാണ്. ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്. അത് എങ്ങനെയാണ് ആ യുണീക്നെസ് ഉണ്ടാവുന്നത്? ഹൗ ദിസ് യുണീക്നെസ് ഹാപ്പൻസ്? ത്രൂ വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ലോകത്തിലുള്ള എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിലുള്ള വേൾഡ് വൈഡ് നമ്മളെന്താ ഈ പ്രപഞ്ചത്തിലുള്ള മൊത്തം ഓർഗാനിസം ഉണ്ടാക്കിയത് നോക്കുകയാണെങ്കിൽ കോശം അല്ലെങ്കിൽ സെല്ല് കൊണ്ടാണ് അല്ലേ. ദാറ്റ് ഈസ് എ ബേസിക് തിങ്. സെല്ല് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബേസിക് തിങ്, ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഈ സെല്ലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും? അതിൽ ഇങ്ങനെ ന്യൂക്ലിയസ്, സെൻറ്റർ ഓഫ് ദ സെൽ. ഈ ന്യൂക്ലിയസ് ഇല്ലാത്തതിൽ നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ എന്തായാലും ഉണ്ടാവും അല്ലേ. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തുണ്ട്? ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇത് പിന്നീട് ക്രോമസോമുകളായി മാറും. ഇങ്ങനെ ത്രെഡ് പോലെ, നൂല് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട്, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്നാ പറയാം. അല്ലെങ്കിൽ എന്താണ്, സെൽ ഡിവിഷൻ്റെ സമയമാകുമ്പോൾ അത് ക്രോമസോമുകളായി മാറുക ചെയ്യുക. ഇതിനെ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൊമാറ്റിൻ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രൊമാറ്റിൻ നെറ്റ്വർക്കാണത്. ദിസ് ഇസ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് DNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ്. DNA പ്ലസ് പ്രോട്ടീൻ അല്ലേ. ഈ DNA എന്ന് പറഞ്ഞാൽ എന്താ? DNA എന്ന് പറഞ്ഞാൽ എന്താ? നോക്ക്, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഹലീബി മാമിനെ നോക്കിക്കോ. ഓക്കെ, ഹലീബി മാം എന്ന് പറയുന്നതിൽ വിഷമമുണ്ടോ? ഹലീബി മിസ്സിനെ നോക്കിക്കോ. എന്താണ്, നിങ്ങൾക്ക് എന്നെ പോലെ ഇതേ എക്സാക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റില്ല അല്ലേ. കാരണം എന്താ? എൻ്റെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് മാത്രമുള്ള യുണീക്നെസ് ആണ്. എൻ്റെ മൂക്ക് എങ്ങനെയാവണം, എൻ്റെ കണ്ണ് എങ്ങനെയാവണം, എൻ്റെ പുരികം എങ്ങനെയാവണം, എൻ്റെ കോംപ്ലക്ഷൻ എങ്ങനെയാവണം, എൻ്റെ ഹൈറ്റ് എത്രത്തോളം വേണം, എൻ്റെ കണ്ണിൻ്റെ കളർ എങ്ങനെയാവണം, എൻ്റെ മുടി എങ്ങനെയാവണം, എൻ്റെ ഫിംഗേഴ്സ് എത്ര നീളം വേണം, ഇതെല്ലാം എൻ്റെ മെമ്മറി പവർ, എൻ്റെ ഇൻ്റലിജൻസ്, എൻ്റെ ശബ്ദം, എല്ലാം ഇപ്പോൾ എന്താണ്, ഈച്ച് ആൻഡ് എവ്രി മൈന്യൂട്ട് ക്യാരക്ടർ, ഇതെല്ലാം എന്താണ് DNA കോഡഡ് ആണ്. ഈ ഇൻഫർമേഷൻസൊക്കെ ഞാൻ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നല്ലേ ആ സെല്ലിൽ, ആ ബേസിക് സെല്ലിൽ എന്താണ്, അതൊക്കെ ഇൻഫർമേഷൻസ് കോഡഡ് ആണ്. ഈ ഇൻഫർമേഷൻസ് എന്ത് രൂപത്തിലാണ് ഇരിക്കുന്നത്? DNA ജീൻ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ DNA സീക്വൻസിൽ ഇതാണ് DNA സ്ട്രക്ചർ. ഈ ഒരു സീക്വൻസിൽ എന്ത് ചെയ്യാം, മാറ്റം വരാം, ചെറിയൊരു മാറ്റം, ഈ ഒരു ചെറിയൊരു മ്യൂട്ടേഷൻ അതിലുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ ഒരു വേരിയേഷൻ, മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ്, ദാറ്റ് വിൽ ലീഡ് ടു സം അതർ ഫീച്ചർ അല്ലേ. അതാണ് എന്ത് ചെയ്യുന്നത്, അതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ. എങ്കിലും കൂടിയിട്ട് ഞാനൊരു എക്സാക്റ്റ് അച്ഛനെ പോലെ, എക്സാക്റ്റ് അമ്മയെ പോലെ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, അത് എക്സാക്റ്റ് നമ്മൾ എക്സാക്റ്റ് ആവില്ല. കാരണം അതിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ വേരിയേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാറ്റം, ചേഞ്ചസ്, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നോക്കൂ, നമ്മൾ DNA കോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് DNA എന്താണ്, എവിടെയാണ് കാണുന്നതെന്ന് മിസ് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് DNA കോപ്പിംഗ്? ഇസ് ഓൾസോ നോൺ ആസ് DNA റെപ്ലിക്കേഷൻ. DNA കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? DNA replication, duplication. It is the process of creating two identical copy of DNA from a single original DNA molecule. It occurs during cell division. Cell ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും, പൊന്നുമക്കളെ മിസ് പറയാം, നമ്മളെല്ലാവരും എന്തായിരുന്നു, ഒരു കാലത്ത് ഒരു സിംഗിൾ സെല്ലായിരുന്നു അല്ലേ. സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ സെല്ലായിരുന്നു. ആ സൈഗോട്ട് ക്ലീവേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്, സെൽ ഡിവിഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് നമ്മൾ 2 സെല്ലായി, നമ്മൾ 4 സെല്ലായി, നമ്മൾ 8 സെല്ലായി, നമ്മൾ 16 സെല്ലായി, നമ്മൾ 32 സെല്ലായി, അങ്ങനെ എന്താണ് സെൽ ഡിവിഷൻ സംഭവിക്കുക.
ഈ സെൽ ഡിവിഷൻ സംഭവിക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ DNA കോപ്പിങ് നടക്കുന്നുണ്ട്. ഈ DNA കോപ്പിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വേരിയേഷൻ, അതാണ് ശരിക്കും എന്താണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ മാറ്റത്തിനും യൂണീക്നെസ്സിനും കാരണമാവുന്നത്. ഗോട്ട് ഇറ്റ്? എന്തിനാണ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് DNA കോപ്പിംഗ്? DNA കോപ്പിംഗ് ജനറേറ്റ്സ് വേരിയേഷൻ. വേരിയേഷൻ നടക്കണം. വേരിയേഷൻ നടക്കണോ? എന്തിനാണ് അങ്ങനെ മാറ്റം? അച്ഛനെ പോലെ തന്നെ ആയ പോരെ നമ്മളല്ലേ? അപ്പോൾ ഫേമസ് പേരൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മക്കൾ അതേപോലെയാണ് കാണാൻ. അങ്ങനെയാണെങ്കിൽ അതല്ല നല്ലത്. ബട്ട് ദെൻ വൈ ദിസ് വേരിയേഷൻ? അങ്ങനെ വേരിയേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ലോകം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഒരേപോലത്തെ മനുഷ്യന്മാരല്ലേ, ഒരേ ക്യാരക്ടർ. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ടെമ്പറേച്ചറിൽ, അതായത് പണ്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ്, ഒരു നല്ല കുറവാണെന്ന് വിചാരിക്കുക, 10 ഡിഗ്രി സെൽഷ്യസ്. 10 ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാർ മാത്രം ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ ഈ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പുതിയ സാഹചര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പുതിയ സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ട് ജീവിക്കാൻ, അതിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് നേടിത്തരുന്നത് ആരാണ്? ഈ വേരിയേഷൻസ് ആണ്. മനസ്സിലായി? ഇന്നത്തെ തലമുറ, ഇന്ന് പണ്ടത്തെ ആളുകളെ, ഒരു 1000 വർഷം മുമ്പുള്ള ആളുകളെ നമ്മൾ ജനിപ്പിച്ച് ഇന്നത്തേക്ക് കൊണ്ടുവന്നാൽ ഇന്നത്തെ കാലത്ത് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? അവർ റേഡിയേഷൻസ്, നമ്മളെ ഈ ഫോണിൻ്റെയും നെറ്റിൻ്റെയും വൈഫൈൻ്റെ റേഡിയേഷൻസ് ഒക്കെ വന്ന് തന്നെ അവർ പടമായി പോകും അല്ലേ? അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ ജനറേഷൻ നോക്കൂ, ഇന്ന് ജനിക്കുന്നത് തന്നെ എന്താണ്, അങ്ങനെയുള്ള ഒരു ഇന്ന് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ സർവൈവിങ് പൊട്ടൻഷ്യൽ ഉള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് അല്ലേ? ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കമൻറ്റ് ബോക്സിലിട്ടോ, നോ പ്രോബ്ലം. സി, DNA copying generates variation during sexual reproduction which leads to evolution. Evolution, variation accumulate ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? എവല്യൂഷൻ ഉണ്ടാവുന്നത്. വേരിയേഷൻ ഇങ്ങനെ കൂടിച്ചേർന്ന് മാറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് എന്തുണ്ടാവും? എവല്യൂഷൻ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. ആ പുതിയ ജീവിൻ്റെ ഉത്ഭവം ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടറിൻ്റെ ഉത്ഭവം ഉണ്ടാവും. ആൻഡ് ഓൾസോ ദ DNA copying of DNA helps in transfer of character from parent to offspring. DNA കോപ്പിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പേരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ എന്താവുന്നു? ഓഫ്സ്പ്രിങ്ങിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് വേരിയേഷൻ? മിസ് പറഞ്ഞു. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഓർഗാനിസത്തിന് മാറുന്ന ചുറ്റുപാടിൽ, ചേഞ്ചിങ് എൻവയൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ ഓർഗാനിസത്തിനെ സജ്ജമാക്കുന്നത് ആരാണ്? വേരിയേഷനാണ്. വേരിയേഷൻ ഹെൽപ്സ് ദ ഓർഗാനിസം ടു മെയിൻറ്റെയിൻ എന്താ? ചേഞ്ചിങ്, to maintain the survival potential of organism in the changing environment. ചേഞ്ചിങ് എൻവയൺമെൻറ്റിൽ, മാറ്റത്തിൻ്റെ ലോകത്ത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ജീവികളെ സജ്ജമാക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഈ വേരിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി. റീപ്രൊഡക്ഷൻ്റെ എല്ലാ ഇൻട്രൊഡക്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് എത്തിയത്? റീപ്രൊഡക്ഷൻ 2 ടൈപ്പാണ്. ഏതാണത്? പറഞ്ഞേടാ മക്കളെ, ഏതാണ് 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മിസ് എഴുതുന്ന മുൻപ് യെസ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് തന്നെ. അസെക്ഷൽ റീപ്രൊഡക്ഷനും പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷലും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ 2 തരമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒറ്റ നോട്ടത്തിൽ നമ്മളിതിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ നമ്പർ ഓഫ് പേരൻസ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരൊറ്റ പേരൻറ്റ് മതി. എന്തിനാ കുറേ അല്ലേ? ഒരൊറ്റ പേരൻറ്റ് മതി, സിംഗിൾ പേരൻ്റാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങനെയാണോ? അല്ല. സെക്ഷൽ റീപ്രൊഡക്ഷന് പിന്നെ എങ്ങനെയാണ്? 2 പേരൻറ്റ് വേണം, ഒരച്ഛനും ഒരമ്മയും വേണം. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് എന്താണ് ഗാമീറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങനെ ഗാമീറ്റ്സ് ഒന്നും വേണ്ട. ഗാമീറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂ നമുക്ക് നട്ടു വളർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കമ്പ് ഒടിച്ച് കുഴിച്ചിടും അല്ലേ? ഒരു റോസാ ചെടി നമുക്ക് വളർത്തണമെങ്കിൽ എന്താണ്? ഒരു കമ്പ് കുഴിച്ചിട്ടാൽ മതി അല്ലേ? പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ അത് മതിയെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു കയ്യോ കാലോ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ കുഴിച്ചിട്ടാൽ ഒരു ജീവി ഉണ്ടാവുമോ? ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവിടെ എന്ത് വേണം? അവിടെ നമുക്ക് എന്ത് വേണം? വിത്ത് വേണം അല്ലേ? അതാണെന്ത്? എഗ്ഗോ സ്പെർമോ സീഡോ എന്തെങ്കിലും ഒന്ന് വേണം. ദാറ്റ് ആർ ഗാമീറ്റ്സ്. ഓക്കെ, ഗാമീറ്റ്സ് വേണം. ഇവിടെ ഗാമീറ്റ്സ് വേണ്ട. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തുണ്ട്? ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമുണ്ട്.
ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് സ്പ്രിങ്സ് എന്താണ്, ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആണ്. നമ്മളൊരു കമ്പ് കുഴിച്ചിട്ട ഒരു റോസ് പൂവിൻ്റെ റോസാ ചെടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഭയങ്കര മാറ്റം കാണാൻ പറ്റുമോ? മാറ്റം കാണാൻ പറ്റില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സിംഗിൾ പേരൻ്റ് അതിനെക്കൊണ്ട് എന്താണ്, എപ്പോഴും എക്സാക്റ്റ് റെപ്ലിക്കയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ. അതേ സ്ഥാനത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്താ, വേരിയേഷൻസ് എക്സ്പെക്ട് ചെയ്യുക. കാരണം എന്താണ്, അച്ഛനും അമ്മയും രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ്, രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ അവിടെ വേരിയേഷൻസ് കൂടുതലാണ്. ഇനി നോക്കൂ, സെൽ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? സെൽ ഡിവിഷൻ രണ്ട് തരത്തിലുണ്ട് അല്ലേ? ഏതാണ്? ഒന്ന് മൈറ്റോസിസും ഒന്ന് മിയോസിസും. മൈറ്റോസിസ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ, പിന്നെന്താണ്, ഒന്ന് മിയോസിസ് മിയോട്ടിക് സെൽ ഡിവിഷൻ. അതായത് സെക്സ് സെല്ലല്ലാത്ത, ജേം സെല്ലല്ലാത്ത ബാക്കി എല്ലാ സെല്ലും ഉണ്ടല്ലോ നമ്മളെ ബോഡിയിൽ. കണ്ണിൻ്റെ സെല്ല്, മുടിൻ്റെ സെല്ല്, മൂക്കിൻ്റെ സെല്ല്, ഹാർട്ടിൻ്റെ സെല്ല്, നമ്മളെ ടങ്ങിൻ്റെ സെല്ല്, കൈയിൻ്റെ സെല്ല്, കാലിൻ്റെ സെല്ല്, ബോഡിയിലുള്ള എല്ലാ സെല്ലും അതർ ദാൻ ദ സെക്സ് സെൽസ്, ദാറ്റ് ആർ സൊമാറ്റിക് സെൽസ്. സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ശരിക്കും മൈറ്റോട്ടിക് സെൽ ഡിവിഷനാണ്. അതേ സ്ഥാനത്ത് മിയോട്ടിക് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിയോട്ടിക് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ എന്നാ പറയുക. മിയോട്ടിക് സെൽ ഡിവിഷൻ എന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് എവിടെയാണ്? സെക്സ് സെൽസിലാണ്, അതായത് ജേം സെൽസിൽ. അതായത് ഇപ്പം ഒരു എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ത്രീകളിൽ, പെണ്ണുങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ, ഫീമെയിൽസിൽ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക എത്ര ക്രോമോസോമാണെന്നറിയോ? വെറും 23 ക്രോമോസോം. ഓരോ സെല്ലിലും ഇവിടെ എങ്ങനെയാണ് 46 ക്രോമോസോംസ് ഉണ്ടാവും. 46 ക്രോമോസോമാണ് നമ്മുടെ ഓരോരോ സെല്ലിലും ഉള്ളത്. അത്രയും ക്രോമോസോം ഉണ്ടാവലും നിർബന്ധം. പക്ഷെ ഒരു എഗ്ഗ് സെല്ലിൽ എന്താണ്, വെറും 23 ക്രോമോസോം ഉള്ളൂ. കാരണം എന്താ, മിയോട്ടിക് സെൽ ഡിവിഷൻ അതിനെ റെഡ്യൂസ് ചെയ്തതാണ്. ഇനി നമ്മളെന്താണ്, ഒരു മെയിൽ സെൽ, അതായത് സ്പേമിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും വെറും 23 ക്രോമോസോംസേ കാണാൻ പറ്റുള്ളൂ. സ്പേം സെല്ല് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കാണാൻ പറ്റും? 23 ക്രോമോസോമേ കാണാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് റിഡക്ഷൻ ഡിവിഷൻ. ഈ എഗ്ഗും സ്പേമും ലേറ്റർ they will fuse together and we will get how many chromosomes? 46 chromosomes. 46 chromosome is the usual number of chromosomes. It should be 46 only. 47 or 45 ആവാൻ പാടില്ല. അത് എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസോർഡറായി മാറും അല്ലേ? അപ്പോൾ 46 ക്രോമോസോം ആണ് ഒരു സെല്ലിൽ ഉണ്ടാവേണ്ടത്. അത് മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ എപ്പോഴും 46 ആയിരിക്കും. മിയോട്ടിക് സെൽ ഡിവിഷനിൽ എന്താണ്, 23 ആയിരിക്കും. കാരണം അവരുടെ ഫ്യൂഷൻ നടന്നിട്ട് അവരൊരു സിംഗിൾ സെൽ സൈഗോട്ടായി മാറുന്നുണ്ട്. അപ്പോൾ അതിന് 46 ക്രോമോസോം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഫ്യൂഷന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, 23 ആക്കുന്നത്. അതാണ് മിയോട്ടിക് സെൽ ഡിവിഷൻ. അപ്പം നമ്മൾ എന്താണ്, അസെക്ഷൽ പഠിക്കുന്ന സമയത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മിയോട്ടിക് സെൽ ഡിവിഷനും അതേ സ്ഥാനത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷനുമാണ്. മിയോട്ടിക് സെൽ ഡിവിഷൻ മാത്രമല്ല, ഇവിടെ മൈറ്റോട്ടിക് സെൽ ഡിവിഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അപ്പം മൈറ്റോട്ടിക് ആൻഡ് മിയോട്ടിക് സെൽ ഡിവിഷൻ ബോത്ത് occur in the sexual reproduction, whereas asexual reproduction only mitotic cell division. Keep in mind, ഈ സ്പീഡ് ഓഫ് പ്രോസസ് എന്താണ്, ഇതൊരു റാപ്പിഡ് പ്രോസസ്സാണ്, വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതോ ഒരു സ്ലോ പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമുക്ക് തന്നെ അറിയാം അല്ലേ, എത്ര പൈസ ചിലവാക്കി കല്യാണം കഴിപ്പിച്ച് പിന്നെ നമ്മൾ എന്താണ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഓരോ കുഞ്ഞുമാവനെ കാണാൻ പോകാറുണ്ട്, നടക്കില്ല. എന്താണ്, ഏകദേശം ഒരു 10 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? 10 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മേറ്റിംഗ് പ്രോസസ് സക്സസ് ആയി 9 മാസം കഴിഞ്ഞാൽ എന്താണ്, 9 മാസം 10 ദിവസം 250 ഡേ ആണ് ഒരു ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, ഗർഭത്തിൽ കുഞ്ഞിരിക്കുന്ന അവസ്ഥ. മനുഷ്യന്മാരുടേതാണെങ്കിൽ അതൊരു സ്ലോ പ്രോസസ് അല്ല. അതേ സ്ഥാനത്ത് ഒരു വർഷം കൊണ്ട് എന്താണ്, എത്രയോ ചെടി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഇത് റാപ്പിഡ് പ്രോസസ് ആണെങ്കിൽ ഇത് സ്ലോ പ്രോസസ്സാണ്. ഇനി എക്സാമ്പിൾസ്, അമീബ, ഹൈഡ്ര, ബാക്ടീരിയ, ഈസ്റ്റ് ഒക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ പ്ലാന്റ്സ് ഒക്കെ എന്താണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിളാണ്. ഹ്യൂമൻ, മോസ്റ്റ് ആനിമൽസ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ examples for sexual reproduction. ഇത്രയും സെറ്റാണോ? Now we are moving to the next topic. Okay, asexual reproduction. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ മെത്തേഡ് ഏതൊക്കെയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് എന്നറിയോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മിസ് പറഞ്ഞു. പിന്നെന്താണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ബഡ്ഡിങ് ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, സ്പോർ ഫോർമേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഫസ്റ്റ് എന്താണ്,
ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫിഷൻ. ഫിഷന് എങ്ങനെയാണ്? 2 ടൈപ്പ് ഉണ്ട്. ബൈനറി ഫിഷനും ഉണ്ട്. ഇത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ് ഫിഷൻ. ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. സെറ്റാണല്ലോ. ഇത് നോക്കൂ, ബൈനറി ഫിഷൻ ഇൻ അമീബ. അമീബയിലുള്ള ബൈനറി ഫിഷനാണ് ഇത്. അമീബയിലുള്ള ബൈനറി ഫിഷനാണ് ഇത്. അമീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട്, ഒരു യൂണിസെല്ലുലാർ പ്രോട്ടോസോവൻ ആണ്. യൂണിസെല്ലുലാർ പ്രോട്ടോസോവൻ ആണ് എന്ത്? അമീബ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാണുന്ന ഒരു ഏകകോശ ജീവിയാണ് അമീബ. ഒരു ഡെഫിനിറ്റ് ബോഡി ഷേപ്പ് ഒന്നും അമീബക്കില്ല. അമീബ റീപ്രൊഡ്യൂസ് ചെയ്യൽ എങ്ങനെയാണ്? അമീബൻ്റെ ന്യൂട്രീഷൻ ലൈഫ് പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അമീബൻ്റെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഹോളോസോയിക് ന്യൂട്രീഷനാണ്. ഹോളോസോയിക്കിൻ്റെ പ്രത്യേകത എന്താണ്? 5 സ്റ്റേജിലാണ് നടക്കുന്നത് അല്ലേ? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജക്ഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി അമീബൻ്റെ റീപ്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അമീബ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അമീബ ഒരു ഏകകോശ ജീവ, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അത് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അത് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. കാരണം അതിനതിൻ്റെ പാർട്ട്ണറെ കാത്തിരിക്കൊന്നും വേണ്ട. ഇനി എന്താണ്? അത് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തോളും. അത് അവരുടെ സെല്ലിലുള്ള കണ്ടന്റിനെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡബിൾ ആക്കിയിട്ട് ആ സെല്ല് മുറിഞ്ഞിട്ട് ആദ്യം എക്സിസ്റ്റ് ചെയ്ത സെല്ലും മദർ സെല്ലും പുതിയതുണ്ടായത് എന്താ? ഡോട്ടർ സെല്ലുമായിട്ട് മാറും. അതാണെന്ത്? അസെക്ഷൽ മീൻസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ബൈനറി ഫിഷൻ, രണ്ടായിട്ട് മുറിയും. നോക്കൂ, സെല്ലിലുള്ള ന്യൂക്ലിയസ് കണ്ടോ? ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ ബാക്കി കണ്ടന്റും എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ചെയ്തു. ഇവിടെ സെല്ലിൻ്റെ അവിടെ കണ്ടോ ഒരു ഗ്രൂവ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഗ്രൂവ് ഡെവലപ്പ് ചെയ്തു. ഇനി എന്താണ്? ഈ സെല്ല് 2 ഡിവൈഡായി. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. സെല്ല് എന്ത് ചെയ്തു? ഇവിടെ 2 ഡിവൈഡായി. 2 സെൽ ഡിവൈഡഡ് ഇൻറ്റു 2. ഏതൊക്കെയാണ്? 2 ഡോട്ടർ സെൽസ്. 2 ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡായി. സെറ്റാണോ? അപ്പോൾ എന്ത് ഈസിയാണ് അല്ലേ? ഇത് ഒരു സെല്ല് 2 ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? ബൈനറി ഫിഷൻ. 2 മുറിഞ്ഞു, ബൈനറി ഫിഷൻ എന്നാ പറയുന്നത്. ഓക്കെ. ഇനി ഇതൊക്കെ എപ്പോഴും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യമല്ല അതിന് തൊട്ട് മുൻപത്തെ പ്രാവശ്യം, അതായത് 2024 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ലേഷ്മാനിയ എന്ന് പറഞ്ഞ കാല അസർ, ബ്ലാക്ക് ഫീവർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ലേഷ്മാനിയ. ലേഷ്മാനിയൻ്റെത് എന്താണ്? ബൈനറി ഫിഷനാണ്. 2 സ്പ്ലിറ്റ് ചെയ്യാണ്. ഈ ലേഷ്മാനിയൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? ബോഡി സ്ട്രക്ചർ കണ്ടോ? ഇതെന്താണ്? ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ? ഇങ്ങനെ ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇത് ലേഷ്മാനിയൻ്റെ സ്ട്രക്ചറാണ്. ലേഷ്മാനിക്ക് എന്തുണ്ടാവും? ഫ്ലജെല്ലം ഉണ്ടാവും. ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ ഹെയർ പോലെയുള്ള 2 സ്ട്രക്ചർ. ഈ ലേഷ്മാനി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? സെൽ ഡിവിഷൻ നടത്തുന്നത് ലോഞ്ചിറ്റ്യൂഡിനലി ദ വിപ്പ് ലൈക്ക് സ്ട്രക്ചർ കട്ട് ഇൻറ്റു 2. അപ്പോൾ 2 ഈക്വൽ ഹാഫായിട്ട് മാറിയില്ലേ? വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ലോഞ്ചിറ്റ്യൂഡിനലി. അതേ സ്ഥലത്ത് ഇങ്ങനെയാണോ ലേഷ്മാനിയ മുറിയുന്നത്? ഹൊറിസോണ്ടലി ആയിട്ടാണോ മുറിയുന്നത്? ഇങ്ങനെയാണോ മുറിയുന്നത്? അല്ല. ലേഷ്മാനിയ മുറിയുന്നത് എന്താ? ലോഞ്ചിറ്റ്യൂഡിനലി, നീളത്തിൽ ഇങ്ങനെ 2 മാറുക ചെയ്യുക ലേഷ്മാനിയ. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ബൈനറി ഫിഷൻ. സിംഗിൾ സെൽ ലേഷ്മാനിയ ഇസ് ബിക്കമിങ് 2, ദാറ്റ് ഇസ് ബൈനറി ഫിഷൻ. ഇനി എന്താണ്? മൾട്ടിപ്പിൾ ഫിഷൻ. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനും എക്സാമ്പിൾ അമീബാണ്. അമീബ എങ്ങനെ എന്താക്കി? സെല്ല് ഡിവൈഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് അമീബ മനസ്സിലാക്കിയത് ചുറ്റിലെ കാലാവസ്ഥ എന്താണ്? അതിഭീകരമാണ്. ഞാനിപ്പം എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡബിളായി കഴിഞ്ഞാൽ എന്താണ്? എനിക്കും എൻ്റെ കുഞ്ഞിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അന്തരീക്ഷം ഭയങ്കര ഭീകരമാണ് അല്ലേ? അപ്പം എന്ത് ചെയ്തു? അമീബ തീരുമാനിച്ചു, ഞാനിപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം എന്താണ്? ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നില്ല. എൻ്റെ മക്കളെ ഞാൻ ചേർത്തണച്ച് പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ട് അമീബ എന്ത് ചെയ്യും? അമീബൻ്റെ ബോഡീൻ്റെ പുറത്ത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും അമീബ. അതാണ് സിസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അമീബൻ്റെ കുഞ്ഞുമക്കളെ എല്ലാം ചേർത്ത് പിടിക്കും. അമീബ ഒരുപാടായി മാറും. ഒരൊറ്റ അമീബായിരുന്നു, ഇപ്പം അമീബൻ്റെ 10 മക്കളുമായി. ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അമീബ മനസ്സിലാക്കും അമീബൻ്റെ ബോഡീൻ്റെ പുറത്ത് എന്താണ്? സിസ്റ്റ് പാറ പോലെ ഉറച്ചിരിക്കുന്ന, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അമീബ ഒരു സിംഗിൾ സെല്ലാണ്. അപ്പോൾ ആ സിംഗിൾ സെല്ല് അമീബകൾ ഒരുപാട് സ്പ്ലിറ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് അവർ പുറത്തേക്ക് പോവാതിരിക്കാൻ അമീബൻ്റെ പുറത്ത് എന്താണ്? ഒരു സിസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ഡെവലപ്പ് ആവും. ആ ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചർ
അൺഫേവറബിൾ കണ്ടീഷനിൽ മാത്രമാണ് നടക്കുന്നത്. ഇനി എന്താണ് കണ്ടീഷൻ ഫേവർ ആവുമെന്ന് മനസ്സിലാക്കി സെൻസ് ചെയ്ത അമീബ എന്ത് ചെയ്യും? സിസ്റ്റ് പൊട്ടിച്ചിട്ട് ഒരുപാട് എണ്ണത്തിന് അറ്റ് എ ടൈം അമീബ റിലീസ് ചെയ്യും. ഇത് അമീബക്ക് മാത്രമല്ല പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിനും കൂടി അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സാണ് മൾട്ടിപ്പിൾ ഫിഷൻ. സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ആവുകയാണ് അല്ലേ? അതാണ് എന്ത്? മൾട്ടിപ്പിൾ ഫിഷൻ. അമീബ റിലീസ് ഡോട്ടർ അമീബ ഇഷ്ടം പോലെ. സിസ്റ്റ് കണ്ടോ? അമീബന്റെ പുറത്ത് എന്തുണ്ടായി? സിസ്റ്റ് ഉണ്ടായി. ഈ സിസ്റ്റ് എന്താണ്? അമീബന്റെ പുറത്ത് അവർ ഡെവലപ്പ് ചെയ്തതാണ്. ഫേവറബിൾ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് അത് പൊട്ടാണ് ഇവിടെ. അത് പൊട്ടിയപ്പം കണ്ടോ? ഒരു അമീബ, 2 അമീബ, 3 അമീബ, 4 അമീബ, 5, 6, 7, 8, 9, 10, 11, 12 അമീബ, 12 അമീബ ഒറ്റയടിക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ദാറ്റ് ഇസ് നോൺ എസ് മൾട്ടിപ്പിൾ ഫിഷൻ, മോർ ദാൻ 2. സി പ്ലാസ്മോഡിയം ഇസ് ഓൾസോ പെർഫോമിങ് ദ സെയിം വേ. ഇനി എന്താണ് ബഡ്ഡിങ്? ബഡ്ഡിങ് ഒരു അടിപൊളി പ്രോസസ്സാണ് കേട്ടോ. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്ര പോലെയുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ഈസ്റ്റ്, ഹൈഡ്ര ഒക്കെ ബഡ്ഡിങ്ങാണ് ചെയ്യുന്നത്. അതായത് അവരുടെ മദർ ബോഡിയിൽ എന്തുണ്ടാവും? ഒരു റീജനറേറ്റീവ് സെല്ല് ഉണ്ടല്ലോ, അതിൻ്റെ കഴിവുകൊണ്ട് ഒരു ബഡ് ഉണ്ടാവും. ഒരു ബഡ് ഒരു ഇങ്ങനെ പുതിയ കുമ്മിള പോലെ ഒരു ബഡ് ഉണ്ടാവും. ആ ബഡ് എന്ത് വളർന്ന് ഹൈഡ്രയായി മാറും. ഹൈഡ്ര എന്താണ്? അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മേൻ്റെ ബോഡിയിൽ നിന്ന് ഇനി എനിക്ക് സ്വതന്ത്രമാവണം, അമ്മേൻ്റെ ബോഡിയിൽ ഞാനിങ്ങനെ എക്കാലവും നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മേൻ്റെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യും? ഈ പുതിയ ബഡിൽ ഡെവലപ്പ് ചെയ്ത് വന്ന പുതിയ ഹൈഡ്രായി വന്ന ഇത് ഡിറ്റാച്ച് ആവും. ഡിറ്റാച്ച് ആയിട്ട് എന്ത് ചെയ്യും? അമ്മ സെപ്പറേറ്റ്, പിന്നെ മോള് സെപ്പറേറ്റ്. 2 ഹൈഡ്രായില്ലേ? നോക്ക്, ഒരു കുഞ്ഞ് ബഡ് ഇവിടെ ഉണ്ടായതാ. ഒരു കുഞ്ഞ് ബഡ് അതെന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അത് ഇത്രയായി വന്നു, അത് ഇത്രയായി വന്നു, അത് ഇത്രയായി വന്നു. ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം മദേഴ്സ് ബോഡി. അമ്മേൻ്റെ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി. സെറ്റാണോ? ഇനി എന്താണ്? ഇതന്നെയാണ് ഈസ്റ്റിലും നടക്കുന്നത്. ഈസ്റ്റിലും ഇതേ ഈ പ്രോസസ്സ് തന്നെയല്ലേ നടക്കുന്നത്? നോക്കൂ അല്ലേ? മിസ് പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് വായിച്ചു നോക്കിയേ. ഇനി എന്താണ്? സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ ആരാണ് പെർഫോം ചെയ്യൽ? പൊതുവേ സ്പോർ ഫോർമേഷൻ പെർഫോം ചെയ്യൽ ഫംഗസുകളാണ്. ഫംഗസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവരെന്ത് ചെയ്യും? ഇത് ഒരു ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫംഗസ് ആണ്. ഈ ബ്രെഡ് മോൾഡ് നമ്മളൊരു ബ്രെഡ് നനഞ്ഞൊരു പ്രതലത്തിൽ നനഞ്ഞൊരു സർഫസിൽ അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു പീസ് ബ്രെഡ് എടുത്ത് പുറത്ത് വെക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച പൂപ്പൽ വരുന്നില്ലേ? അതിന് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്ത സ്ട്രക്ചറാണ്. കണ്ടോ? ഇനി എന്താണ്? ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇത് ഏതാണ് സ്പീഷ്യസ്? ബ്രെഡ് മോൾഡ് അല്ലേ? ബ്രെഡ് മോൾഡ്. ഇനി ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഫേ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് ഈ ഹൈഫേ എന്ന് പറഞ്ഞാൽ? ഹൈഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഫംഗസ് ഇങ്ങനെ വളരെ ഒരു നെറ്റ്വർക്ക് പോലെ. ഈ നെറ്റ്വർക്കിനെയാണ് എന്ത്? ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈഫൻ്റെ ഇവിടെ ഇങ്ങനെ വേര് പോലത്തെ സ്ട്രക്ചർ കണ്ടോ? ഇത് റൈസോപ്പസ് ആണ്. ഇതിൻ്റെ വേര് പോലത്തെ സ്ട്രക്ചർ എന്താണ്? റൈസോയിഡ് സ്ട്രക്ചർ. ഇതെന്താണ്? സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയം ഈ ഹൈഫേന്ന് ഒരു ഫിലമെന്റ് ഇങ്ങനെ ഡെവലപ്പ് ആയി. ഈ ഫിലമെന്റിന്റെ അറ്റത്ത് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറിനാണ് സ്പൊറാഞ്ചിയം ഉണ്ടാവും. ഈ സ്പൊറാഞ്ചിയം എന്ത് ചെയ്യുന്ന അറിയാം? അതിൻ്റെ അകത്ത് ഫുള്ള് സ്പോസ് ആയിരിക്കും. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫേവറബിൾ കണ്ടീഷൻ ആവുന്ന സമയത്ത് സ്പൊറാഞ്ചിയം പൊട്ടിയിട്ട് സ്പോസ് ഇങ്ങനെ വരുത്താം. ഈ സ്പോസ് ഒക്കെ മൈക്രോസ്കോപ്പിക് അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് നമ്മളിപ്പോൾ പുറത്തൊക്കെ വെച്ച് നമ്മൾ കണ്ടില്ല, ബ്രെഡ് ഒരു 2 പീസ് ബ്രെഡ് നമ്മൾ പുറത്ത് വെച്ച് നമ്മളിപ്പോൾ പോവുകയാണെന്ന് വിചാരിക്കുക. എങ്ങോട്ടേക്ക് പോകാം? നമ്മൾ ക്ലീൻ ചെയ്ത ടേബിളിലാണ് 2 പീസ് ബ്രെഡ് വെച്ച് നമ്മൾ പോകുന്നത്. നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ടേബിൾ നോക്കുമ്പോൾ ആ ബ്രെഡ് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാം. കാരണം എന്താ? നമ്മൾ കാണാതെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ മൊത്തം എന്താണ്? പലതരത്തിലുള്ള സ്പോർസ് ഉണ്ട്. ഈ സ്പോറ് എന്താണ്? ലിവിങ് അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ സ്പൊറാഞ്ചിയം പൊട്ടി പുറത്ത് വന്ന സ്പോർസ് അവർക്ക് വേണ്ട മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അവർക്ക് വളരാൻ പറ്റുന്ന സർഫസിൽ വീണ് കഴിഞ്ഞാൽ അവർ വളരും. അപ്പം ബ്രെഡ് എന്താണ്? ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പെഷ്യൽ സ്പീഷ്യസ് ബ്രെഡിൽ വളരുന്ന ഫംഗസ് ആണ്. അപ്പോൾ ബ്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെ ചുറ്റിലുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മളെ ചുറ്റിലും ഒന്നുമില്ലാന്ന്. നിങ്ങളുണ്ടല്ലോ, ഒന്ന് ഇങ്ങനെ കാണിച്ചേ. അകത്തേക്ക് കയറിയത് എത്ര മൈക്രോബാണെന്ന് അറിയോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഉണ്ടല്ലോ 1233 മൈക്രോബ്. എല്ലാന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടം പോലെ മൈക്രോബ് ഇവിടെ ഇല്ലേ? അല്ലേ? അത്ര ഒന്നും ഉണ്ടാവില്ല ലിക്യൂ അല്ലേ? ഈ ചെറിയ ഡ്യൂറേഷൻ കൊണ്ട് അത്ര ഒന്നും ഉണ്ടാവില്ല. 1-2 മൈക്രോബ് ഉണ്ടാവുള്ളടാ. ഇനി എന്താണ് നമ്മൾ എവിടെത്തി? നമ്മൾ ഫ്രാഗ്മെന്റേഷനിലെത്തി. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ്, അസെക്ഷൽ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് സ്പൈറോഗീറ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽഗയാണ്. ഈ ആൽഗയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബോഡിയാണുള്ളത്. ഇതിന് തല, കഴുത്ത്, കൈ, കാലൊന്നുമില്ല. ഇങ്ങനെ നീളത്തിലൊരു ഫിലമെന്റസ് ബോഡി. ഈ ആൽഗ എന്താവും എന്നറിയോ? എന്തെങ്കിലും കാരണത്താൽ മുറിഞ്ഞു എന്ന് വിചാരിക്കുക, ഫ്രാഗ്മെന്റ്സ് ആയി എന്ന് വിചാരിക്കുക. ഓരോ ഫ്രാഗ്മെന്റും എന്ത് ചെയ്യും? ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈച്ച് ഫ്രാഗ്മെന്റ് വിൽ ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്താണ്, എല്ലാ സ്പീഷീസിനും ഇങ്ങനെ ഫ്രാഗ്മെന്റേഷൻ കാണിക്കാൻ കഴിയില്ല. ചില റെയർ ആയിട്ടുള്ള സ്പീഷീസ് മാത്രം ഫ്രാഗ്മെന്റേഷൻ കാണിക്കുക. ഇതൊരു ജീവിയാണ്, സ്പൈറോഗീറ. സ്പൈറോഗീറ ഒരു ആൽഗയാണ്. ഈ ആൽഗയെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്. അപ്പോൾ എന്താ, 1, 2, 3 പീസ് കിട്ടി. ഈ 3 പീസും എന്താവും? പുതിയ സ്പൈറോഗീറ ആയിട്ട് മാറും. 1 2 3 3 സ്പൈറോഗീറ. അപ്പോൾ നല്ല സുഖല്ലേ? ഇനി നോക്കൂ, ഈ റീജനറേഷൻ. അപ്പോൾ സ്പൈറോഗീറ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് റീജനറേഷൻ? റീജനറേഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ കഴിഞ്ഞ് റീജനറേഷൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് പ്ലനേറിയാണ്. പ്ലനേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓർഗാനിസം എന്താവാണ്? പ്ലനേറി എങ്ങനെ കട്ടാവും? പ്ലനേറി കട്ടായപ്പോൾ എന്ത് കിട്ടി? 1 2 3 എന്താണ് 3 പീസ് കിട്ടി അല്ലേ? ഈ 3 പീസും എന്താവും? 3 പുതിയ ഇൻഡിവിജ്വൽ ആവും. അപ്പം നിങ്ങൾ ചോദിക്കും, ഫ്രാഗ്മെന്റേഷനും റീജനറേഷനും തമ്മിൽ എന്താ ഇപ്പോൾ ഡിഫറൻസ്? ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ഒരു പീസ് കട്ടായിട്ട് എന്താവുകയാണ്? ഓരോ പീസ് കട്ടായി പീസായി മാറി ഓരോ പീസും പുതിയ ഇൻഡിവിജ്വൽ ആയി എന്ന് മിസ് പറഞ്ഞു. റീജനറേഷനിൽ ഓരോ പീസും എന്താണ്? അവർ റീജനറേഷനിൽ ഓരോ പീസും അതേ എക്സിസ്റ്റഡ് മദർ ആയിട്ടാണ് മാറുന്നത്. ഇവിടെ പുതിയ ജീവി ഉണ്ടാവണില്ല. ഫ്രാഗ്മെന്റേഷനിൽ എങ്ങനെയാണ്? ഇതിലിപ്പോൾ 3 പീസ് ഉണ്ടായില്ലേ? ഈ 3 പീസ് ഉണ്ടായത് ഫസ്റ്റ് പീസ് വീണ്ടും എന്താണ്? ഇവിടെ ഒരു ഓർഗാനിസമായി. ഈ സെക്കൻഡ് പീസ് എന്തായി? ഇവിടെ ഒരു ഓർഗാനിസമായി. അതായത് ഇവർ റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവരുടെ ലോസ്റ്റ് പാർട്ട് റീജനറേറ്റ് ചെയ്തു. ഇവിടെ ഒരു പുതിയ കംപ്ലീറ്റ് സ്പീഷ്യസ് ആയില്ലേ? പക്ഷേ ഇവിടെ ഒരു പുതിയ ഓർഗാനിസം അല്ല ആവുന്നത്. മിസ് പറഞ്ഞുതരാം, സമാധാനത്തിൽ പറയാം. ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെന്റേഷനിലെ പ്രത്യേകത എന്താണ്? മിസ് പറഞ്ഞു സ്പൈറോഗീറ അല്ലേ? സ്പൈറോഗീറ. ഈ സ്പൈറോഗീറന്റെ പ്രത്യേകത എന്താണ്? ഇവരിങ്ങനെ ഫിലമെന്റസ് ബോഡിയാണ് സ്പൈറോഗീറക്ക്. ഈ സ്പൈറോഗീറ ഫ്രാഗ്മെന്റ്സ് ആവും, കഷ്ണങ്ങളാവും. ഇനി ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം. ഈ ഓരോ കഷ്ണം ആവുന്നത് പുതിയ എന്താണ്? പുതിയ സ്പൈറോഗീറകളായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇവർക്ക് പുതിയ ഇൻഡിവിജ്വലാണ് ഇവരുടെ എന്താണ് ഇവരുടെ ജീനും വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് പുതിയ ഇൻഡിവിജ്വലാണ്. ഇനി പ്ലനേറിയ എന്താ ചെയ്യണത്? റീജനറേഷൻ ആണ് ചെയ്യുന്നത്. ഇത് 3 പീസായി. ഈ പീസിൻ്റെ ഈ ഭാഗം മൊത്തം പോയിണ്ടല്ലോ അല്ലേ? അപ്പോൾ അവർ ലോസ്റ്റ് പാർട്ട് എന്ത് ചെയ്യും? റീജനറേറ്റ് ചെയ്യാണ് ചെയ്തത്. ഈ ഒരു പീസ് ഈ ലോസ്റ്റ് പാർട്ട് റീജനറേറ്റ് ചെയ്തു. ഇവിടെ പുതിയ സ്പീഷ്യസ് പുതിയ ഇൻഡിവിജ്വൽ ആവുന്നുണ്ടോ? പുതിയ ഇൻഡിവിജ്വൽ ആവുന്നുണ്ടോ? ഇല്ല. ഈ അമ്മേൻ്റെ അതേ ക്യാരക്ടറുള്ള ഈ ഒരു ലോസ്റ്റ് പാർട്ട് വളർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ നഖം വെട്ടി, ഞാൻ എൻ്റെ മുടി വെട്ടി. അപ്പോൾ മുടി എന്ത് ചെയ്യും? വീണ്ടും വളരുന്നു, നഖം വീണ്ടും വളരുന്നു അല്ലേ? എന്നിട്ട് ഈ നഖം എന്താണ്? വേറെ ഏതോ മനുഷ്യൻ്റെതാണോ? അല്ല. ഈ ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ പുതിയ നഖം വന്നത് അത് എൻ്റെ തന്നെ നഖമാണ്. ഹലീമി മാമിൻ്റെ സ്വന്തം നഖമാണത് അല്ലേ? അപ്പം അതെന്താണ്? റീജനറേഷൻ്റെ പ്രത്യേകത. റീജനറേഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാ ഓർഗാനിസത്തിനും റീജനറേഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രാഗ്മെന്റേഷൻ വളരെ റെയറായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് ആ സ്പെഷ്യാലിറ്റി. റീജനറേഷനിൽ അമ്മയാവുകയാണ്, ലോസ്റ്റ് പാർട്ട് നഷ്ടപ്പെട്ട ഭാഗം വളർത്തിയിട്ട്, അതായത് ഇപ്പം തലയും വയറും നഷ്ടപ്പെട്ട് വെറും കാലേ ഉള്ളൂ, കാലെന്ത് ചെയ്യും? വയറിനെയും തലനെയും ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് അമ്മേൻ്റെ പ്രോപ്പർട്ടിയുള്ള ഒരു ജീവി തന്നെയാണ്. ഫ്രാഗ്മെന്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? 3 ഫ്രാഗ്മെന്റ്സ് ആയ സ്പൈറോഗീറ 3 പുതിയ ഇൻഡിവിജ്വൽ ആവുകയാണ് ചെയ്തത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലോർത്ത് വെക്കണേ. ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. എന്താണ്? organism that are fragmented result in each fragment growing into an individual organism. Regeneration occurs when an organism only grows a lost limb or any other part of the body. Okay, new individual emerges, no new organisms forms.
എന്താണ് ഓൺലി എ ഫ്യൂ ഓർഗാനിസം ക്യാൻ ഫ്രാഗ്മെന്റ് ആൻഡ് ഫോം ന്യൂ ഇൻഡിവിജ്വൽ whereas all organism exhibit the ability to regenerate up to certain extent. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താണ് പ്ലാന്റ് റീപ്രൊഡക്ഷൻ പറയാൻ പോവാ കേട്ടോ. പ്ലാന്റ് എങ്ങനെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യും? പ്ലാന്റിന് എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ് പ്ലാന്റിൻ്റെ? റൂട്ട്, ലീഫ്, സ്റ്റെമ്മ് ഒക്കെ എന്താണ് വെജിറ്റേറ്റീവ് പാർട്സ് അല്ലേ? അതിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? അതിന് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. വെജിറ്റേറ്റീവ് പാർട്സ് ഒന്നും പുതിയൊരു പ്ലാന്റ് ഉണ്ടായാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അതത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, ഇറ്റ് ഇസ് ഈസി. ഇതിപ്പോൾ ബ്രയോഫിലത്തിൻ്റെ ഇലയാണ്. ബ്രയോഫിലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷ്യസ്. അതിൻ്റെ ഇലക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ചെടീനെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇലയിൽ നിന്ന് അതെന്താ ഇഷ്ടം പോലെ ബ്രയോഫിലങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇല എന്താണ്? ഒരു വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഇതിന്നും എന്താ പുതിയ ചെടി ഉണ്ടായി അല്ലേ? ഇവിടെ നോക്കൂ, നമ്മൾ ഒരു കമ്പ് മുറിച്ചു, റോസാ കമ്പ് അല്ലേ? റോസ് ചെടീൻ്റെ ഒരു കമ്പ് മുറിച്ച് നമ്മൾ കുഴിച്ചിട്ട് നോക്കിയപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഇൻഡിവിജ്വൽ ആവാൻ പറ്റും. അപ്പോൾ അതെന്താണ്? ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സ്റ്റെം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ ഒരു ചെടി ഉണ്ടായി. ഓക്കെ, ഇനി എന്താണ്? നമ്മളൊരു റൂട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് കിട്ടൂലേ? അപ്പം അതെന്താണ്? ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയൊരു ചെടി ഉണ്ടായി. അപ്പം അത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഇത് നോക്കൂ, ഗ്രാഫ്റ്റിംഗ് അല്ലേ, ലെയറിങ്. ഇത് നോക്കൂ, നമുക്ക് എന്താണ്? ഈ ഒരു കമ്പ് മണ്ണിൽ തട്ടിയപ്പം ഇവിടെ ഇങ്ങനെ റൂട്ട് വന്നു. ഇത് നമ്മൾ എന്താണ്? ഇത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വളർന്നോളും. കണ്ടോ? ലെയറിങ്. ഇതൊക്കെ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഇനി നമുക്ക് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്ലാന്റിൻ്റെ അകത്തുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താ പറയാൻ പോകുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. പ്ലാന്റിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത? അതിനെന്ത് വേണം? ഒരു മെയിൽ പാർട്ടും ഒരു ഫീമെയിൽ പാർട്ട്ണറും വേണ്ടേ? അപ്പം നമ്മൾ ആദ്യം എന്തറിയണം? ഈ മെയിൽ പാർട്ട്ണർ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അറിഞ്ഞിരിക്കണം ഒരു പ്ലാന്റിൻ്റെ. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ നോക്കൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇത് നല്ല രസമുള്ള ടോപ്പിക്കാട്ടടാ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ നമ്മൾ എന്താ അറിയാൻ പോകുന്നത്? ഇതിപ്പോൾ ഒരു ഫ്ലവർ ആണെന്ന് വിചാരിക്കാം, ഒരു ഫ്ലവർ. ഓക്കെ, മിസ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറാണ് കിട്ടിയത്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് അടിപൊളി ചിത്രം കണ്ടൂടെ അല്ലേ? എന്താണ് അടിപൊളി ഫ്ലവർ അല്ലേ? ഈ ഫ്ലവറിൻ്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇങ്ങനൊരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്ലവറിൽ ഇങ്ങനെയൊരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പിസ്റ്റൽ എന്നാ പറയുക. പിസ്റ്റൽ. ഇതെന്താണ്? ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ജനറലായിട്ട് നമ്മൾ പറയുക എന്താ അറിയോ? ഗൈനീഷ്യം. ഒരുപാട് പിസ്റ്റലുകളുണ്ട്, എങ്കിൽ എന്താണ് അത് മൊത്തത്തിൽ എന്താണ്? ഗൈനീഷ്യമാണ്. എന്താ പറയാ? ഗൈനീഷ്യം. ഓക്കെ, ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ് ആണ് പിസ്റ്റൽ. പിസ്റ്റലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ഗൈനീഷ്യത്തിൻ്റെ ഒരു യൂണിറ്റ് ആണ് പിസ്റ്റൽ. ഈ പിസ്റ്റലിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് സ്റ്റിഗ്മ കാണാൻ പറ്റും, സ്റ്റൈല് കാണാൻ പറ്റും, പിന്നെന്താണ്? നമുക്ക് ഓവറി കാണാൻ പറ്റും. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഓക്കെ, സ്റ്റൈല്, സ്റ്റിഗ്മ, ഇത്രയും കാണാൻ പറ്റുമല്ലോ. ഇനി ശ്രദ്ധിച്ചോ, ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഫ്ലവറിൽ തന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമുക്ക് കളർ മാറ്റി കൊടുത്താലോടാ. ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ നമ്മൾ പറയാം എന്താണ് അറിയോ? ഈ സ്ട്രക്ചറിന് എല്ലാം കൂടെ ജനറലായിട്ട് നമ്മൾ പറയൽ എന്താണ്? ആൻട്രീഷ്യം. എന്താ പറയുക? ആൻട്രീഷ്യം.
ഈ ആൻട്രീഷ്യത്തിൻ്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്? സ്റ്റെയ്മന് എന്ന് പറഞ്ഞത്. സ്റ്റെയ്മൻ. ഈ സ്റ്റെയ്മന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ആന്തറും കാണാൻ പറ്റും, പിന്നെന്താണ്, ഒരു ഫിലമെൻറ്റും കാണാൻ പറ്റും. ഒരു ആന്തറും കാണാൻ പറ്റും, ഒരു ഫിലമെൻറ്റും കാണാൻ പറ്റും. ഈ ആന്തറിൻ്റെ അകത്താണ് എന്തുള്ളത്? ആന്തറിൻ്റെ അകത്താണ് എന്തുള്ളത്? പൊളൻ ഗ്രെയിൻ ഉള്ളത്. എന്തുള്ളത്? പൊളൻ ഗ്രെയിൻ ഉള്ളത്. ആന്തറിൻ്റെ അകത്ത് എന്തുള്ളത്? പൊളൻ ഗ്രെയിൻ ഉള്ളത്. ഈ പൊളൻ ഗ്രെയിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലാണ് പൊളൻ ഗ്രെയിൻ എത്തേണ്ടത്. ആന്തറിൻ്റെ അകത്താണ് എന്തുള്ളത്? പൊളൻ ഗ്രെയിനുകളുള്ളത്. ഈ പൊളൻ ഗ്രെയിൻ എവിടെ എത്തണം? സ്റ്റിഗ്മയിൽ എത്തണം. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ഈ ഓവറിൻ്റെ അകത്തുള്ള ഒവ്യൂളിൻ്റെ അടുത്ത്, ഓവറിൻ്റെ അകത്ത് എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്, ഒവ്യൂള്. ഈ ഇവിടെ എന്തുണ്ട്? നമുക്ക് എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ഒവ്യൂളിൽ. ഈ എഗ്ഗ് ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു കെമിക്കൽ സിന്തസൈസ് ചെയ്യും. ആ കെമിക്കൽ എവിടെ എത്തും? ആ കെമിക്കൽ പൊളൻ ഗ്രെയിന് സെൻസ് ചെയ്യും. സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളൻ എന്ത് ചെയ്യും? അത് മനസ്സിലാവും എഗ്ഗ് താഴെ ഈ അറയിലായിരിക്കുന്നത്. ഓവറിൻ്റെ അകത്തുള്ള ഒവ്യൂൾ എന്ന് പറഞ്ഞ കാവിറ്റിയിലാണ് എഗ്ഗ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പൊളൻ ഗ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യും. ഈ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് താഴേക്ക് വിടും. ഈ താഴേക്ക് വരുന്ന ട്യൂബിലൂടെയാണ് മെയിൽ ഗാമേറ്റ് താഴേക്ക് വന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഇസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. അതായത് ഗൈനീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ് ആണെന്ത്? പിസ്റ്റിൽ അല്ലേ? പിസ്റ്റിൽ. ഈ പിസ്റ്റിലിന് ഏതൊക്കെ ഭാഗമുണ്ട്? സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. മനസ്സിലായല്ലോ? ഇനി ഇതെന്താണ്? ഇതാണ് നമ്മൾ പറഞ്ഞ ആന്തറും ഫിലമെൻറ്റും അല്ലേ? ഇതാണ് ഫിലമെൻറ്റ്. ഫിലമെൻറ്റിൻ്റെ അറ്റത്ത് ആന്തർ കാണാൻ പറ്റും. ഈ ആന്തർ പൊളിച്ച് വെച്ചപ്പോഴാണ് ഈ സാധനങ്ങൾ കാണുന്നത്. ഈ ആന്തറിൻ്റെ അകത്ത് കണ്ടോ പൊളൻ ഗ്രെയിൻസ് ആണ്. പൊളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഓക്കെ, പൊളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ഇവിടെ കണ്ടോ? സി കണ്ടോ? ഈ പൊളൻ ഗ്രെയിൻസ് എവിടെ പോയിരിക്കണം? ഇവിടെ സ്റ്റിഗ്മയിലെത്തണം. സ്റ്റിഗ്മയിലെത്തണം. ഓക്കെ, ഇനി സ്റ്റിഗ്മയിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷന് മുൻപ് നമ്മൾ എന്ത് ചെയ്യാണ്? പോളിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കുകയാണ്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? When pollen from one flower fertilizes the stigma of either the same flower or another flower. പൊളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്താണ്? പൊളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ എത്തുന്ന പ്രോസസ് പോളിനേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊളൻ അവിടെ നിന്ന് ഓവറിയിലുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്താൽ അതെന്തായി? ഫെർട്ടിലൈസേഷനായി. പോളിനേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാം? സെയിം ഫ്ലവറിലുള്ള പൊളൻ ഗ്രെയിന് സെയിം ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്താൽ സെൽഫ് പോളിനേഷനായി. ഒരു ഫ്ലവറിലുള്ള പൊളൻ ഗ്രെയിൻ മറ്റൊരു ചെടിയിലുള്ള ഫ്ലവറിലേക്ക് പറന്നു പോയി കഴിഞ്ഞാൽ അതെന്തായി? അത് ക്രോസ് പോളിനേഷനായി. മറ്റൊരു ചെടിയിലുള്ള ഫ്ലവറിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്തായി? ക്രോസ് പോളിനേഷനായി. അല്ലെങ്കിൽ എന്താണ്? ഇത് സെൽഫ് പോളിനേഷനാണ്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടിയിൽ എന്താണ്? ഒരു ഫ്ലവറിൽ നടന്നാലും സെൽഫ് പോളിനേഷൻ, ഒരു ചെടിയിലുള്ള മറ്റ് 2 ഫ്ലവേഴ്സിലുമായിട്ട് നടന്നാലും സെൽഫ് പോളിനേഷൻ. ഇനി മറ്റൊരു ചെടിയിലുള്ള ഒരു എ എന്ന് പറഞ്ഞ ചെടിയിലും ഒരു ബി എന്ന് പറഞ്ഞ ചെടിയിലേക്ക് പോയിട്ട് പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ക്രോസ് പോളിനേഷൻ. സെറ്റാണല്ലോ? ഇതെന്താണ്? ഇത് 2 ഡിഫറെൻറ്റ് ചെടികളാണെങ്കിൽ എന്താണ്? ക്രോസ് പോളിനേഷൻ. ഒരേ ചെടിയിലാണെങ്കിൽ സെൽഫ് പോളിനേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം മിസ്. Fertilization can be defined as a fusion of male gamete with the female gamete to form zygote. Zygote ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ? പൊളൻ വന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്തു. സ്റ്റിഗ്മയിൽ എത്തിയ പൊളൻ എന്ത് ചെയ്തു? ജെർമിനേറ്റ് ചെയ്ത പൊളൻ്റെ ട്യൂബാണത്. കണ്ടോ? ഈ ട്യൂബ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? ഇനി ഇത് പൊളൻ ട്യൂബ്. ഈ പൊളൻ ട്യൂബിലൂടെ ആണ് മെയിൽ ഗാമേറ്റ് ഇറങ്ങി വരുന്നത്. അപ്പോൾ പൊളൻ ഗ്രെയിൻ മെയിൽ ഗാമേറ്റ് ആണോ? പൊളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ട്രക്ചറിൻ്റെ അകത്താണെന്നുള്ളത് മെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത്. ഈ മെയിൽ ഗാമേറ്റ് പൊളൻ ജെർമിനേറ്റ് ചെയ്യുന്ന ട്യൂബിലൂടെ അങ്ങ് താഴേക്ക് വന്ന് ഓവറിൻ്റെ അകത്തുള്ള എഗ്ഗിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? എഗ്ഗും പൊളനും കൂടെ എഗ്ഗും മെയിൽ ഗാമറ്റും കൂടെ ഫ്യൂസ് ആവും.
ഈ മെയിൽ ഗാമറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ആവുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഈ ഫെർട്ടിലൈസേഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സൈഗോട്ട് കിട്ടും. സെറ്റാണോ? സൈഗോട്ട് കിട്ടും. ഇത്രയാണ് ഫെർട്ടിലൈസേഷൻ. ഓവറി എന്തായി മാറും? പിന്നീട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂള് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഇനി സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും മക്കളെ. ഓക്കെ, ഇനി നോക്കൂ, ഒരു സീഡിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സീഡ് പരിപ്പുണ്ടാവും. ഒരു സീഡ് തുറന്നാൽ നമുക്ക് രണ്ട് പരിപ്പ് ഉണ്ടാവില്ലേ? ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് പുതർത്തി അതിൻ്റെ സീഡ് കോട്ട് കളഞ്ഞു നോക്ക്, രണ്ട് പരിപ്പുണ്ടാവും, ചെറുപയറിൻ്റെ പരിപ്പ്. അതേപോലെയുള്ള രണ്ട് പരിപ്പ് കോട്ടിലിടൻ എന്നാ പറയാം. ആ പരിപ്പിന് എന്താ പറയാ നമ്മൾ? കോട്ടിലിടൻ. ഓക്കെ, ഇതെന്താണ്? പരിപ്പാണ്. ഇത് ഒരു പരിപ്പാണ്, ഇതൊരു പരിപ്പാണ്, കോട്ടിലിടൻ. ഈ കോട്ടിലിടനിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കും. ഈ കോട്ടിലിടനിൽ നമുക്ക് എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു ഹൈലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അത് പുറമേ ഉള്ളത് സീഡ് കോട്ട്. ഇനി എന്താണ്? ഇവിടെ ഇങ്ങനെ മുള വരുന്നുണ്ട് അല്ലേ? ചെടി ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ആ മുളച്ച് വരുന്നത് എന്താണ്? ഒന്ന് പ്ലിമ്യൂൾ ആണെങ്കിൽ ഒന്ന് എന്താണ്? റാഡിക്കിൾ ആണ്. ഈ പ്ലമ്യൂൾ എന്തായി മാറും? ഷൂട്ടായിട്ട് മാറും. അതായത് ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാൻ. റാഡിക്കിൾ എന്തായി മാറും? റൂട്ടായിട്ട് മാറും. ഇനി ഈ ചിത്രം വരച്ച് അടയാളപ്പെടുത്താനുള്ളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പോക്കാണ് കാര്യം. കാരണം എന്താണ്? ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാട്ടോ. അതായത് ഇപ്പോൾ 2023-ലും 2024-ലും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സീഡിൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷുവലി ആണ് അല്ലേ? നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷുവലി ആണ്. അപ്പം നമ്മൾ കുഞ്ഞായിരുന്ന പോലെയാണോ നമ്മൾ അഡോളസൻസിൽ? അതേപോലെയാണോ അഡൾട്ട് ആയാൽ? പിന്നെ നമ്മൾ ഓൾഡ് ഏജിലും നമ്മൾ മാറി അല്ലേ? അപ്പം നമ്മൾ എന്താണ്? കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ 3ാം ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണോ ഒപ്പം നിങ്ങളെ കാണാൻ? അല്ല, ഒരുപാട് മാറ്റം വന്നു. എന്തെല്ലാം മാറ്റമാണ് വന്നത്? നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളെ ബോഡിയിൽ ഒരുപാട് മാറ്റം വരും. ബോയ്സിന് എന്തൊക്കെ മാറ്റം വരും? ഗേൾസിന് എന്തൊക്കെ മാറ്റം വരും? നമുക്ക് നോക്കാം. ഹെയർ ഗ്രോത്ത് അപ്പിയറൻസ് ഓഫ് ഹെയർ ഇൻ ആംപിറ്റ്സ് ആൻഡ് പ്യൂബിക് റീജിയൻ. അത് ബോയ്സിലും ഗേൾസിലും ഒരേപോലെയാണ്. ആംപിറ്റിലും അല്ലെങ്കിൽ എന്താണ് ജെനൈറ്റൽ ഏരിയയിൽ ഒരു പ്യൂബിക് റീജിയനിൽ പ്യൂബിക് ഹെയർ ഗ്രോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഈ പ്രായത്തിൽ ഉണ്ടാവുന്നതാണത്. ഓക്കെ, ഇനി ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻസ്. അതായത് നിങ്ങൾ പണ്ടത്തെ പോലെയല്ല. നിങ്ങളൊരു 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പോകുമ്പോൾ നിങ്ങൾ ഇത്ര വിയർപ്പ് നാറാറില്ല. പക്ഷെ എന്താണ്? ഒരു 14-15 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിയർപ്പ് നാറ്റം ഇതൊക്കെ തുടങ്ങുന്ന ഒരു പ്രശ്നം ഇങ്ങനെ തുടങ്ങുന്ന ഒരു സമയം അത്. കാരണം എന്താ പറയുക? അത് നിങ്ങളെ കുഴപ്പമില്ലടാ. ഈ നിങ്ങളെ പേരൻസൊക്കെ ചീത്ത പറയും, വേഗം പോയി കുളിച്ചിട്ട് വന്നാലേ ഭക്ഷണം തരുള്ളൂ എന്നൊക്കെ പറയില്ലേ? സത്യത്തിൽ എന്താണ്? അത് നിങ്ങളുടെ കുഴപ്പമില്ല. നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻസ്. ആ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വെറ്റിംഗ് ഉണ്ടാവും. പിന്നെന്താണ്? ഗ്ലാൻഡ്സ് ഒക്കെ ഒരുപാട് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫേസിൽ ഉണ്ടാവുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്താണ്? ഒരു ഓയിൽ. ഓക്കെ, ആ ഓയിലാണ് എന്ത് ചെയ്യാവുന്നത്? അവിടെ നിന്ന് അതിൽ പൊടിയൊക്കെ അടിഞ്ഞിട്ടാണ് പിമ്പിൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ അഡോളസൻസിൽ കാണുന്നതാണ് പിമ്പിൾസ്. ഓക്കെ, പിന്നെന്താണ്? ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. പണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത്ര വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിലും ഭയങ്കര കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞ് കരിയും, അല്ലെങ്കിൽ എന്താ കരിയേയില്ല, വിഷമം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കും. പക്ഷെ എന്താണ്? നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷൻസ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പം നിങ്ങളെ അമ്മ ചീത്ത പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അമ്മ ചീത്ത പറയുമ്പോൾ, അച്ഛൻ ചീത്ത പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മാവൻ ചീത്ത പറയുമ്പോഴൊക്കെ എന്താണ്? നിങ്ങൾക്ക് വേഗം ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അലിബി മാം ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം. ഈ വിഷമം എന്തുകൊണ്ടാണ്? ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ആയി വരുന്നേ ഉള്ളൂ. അതായത് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ. 12-13 ആ ഒരു സമയം ഉണ്ടല്ലോ, 13-14 വയസ്സിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, സങ്കടമായിരിക്കും അല്ലേ? ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അഡോളസൻസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു ചെറിയൊരു അട്രാക്ഷൻ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നും. അതായത് ഇപ്പോൾ നിങ്ങൾ മെയിലാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഫീമെയിൽസിന് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടം, ഒരു അനുരാഗം. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങളെ കുഴപ്പമല്ല, നിങ്ങളുടെ അഡോളസൻസിൻ്റെ കുഴപ്പമാണ്. ചേഞ്ചസ് ഇൻ ഗേൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണ്? ഒരു 1ാം ക്ലാസ്സിലെ കുട്ടീനെയും ഒരു 10ാം ക്ലാസ്സിലെ കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഡോളസൻസ് പീരീഡിലാണ്. ഓക്കെ,
ഇനി വൈഡനിങ് ഓഫ് ഹിപ്പ് ഫോർ ചൈൽഡ് ബെയറിങ്, അതായത് നമ്മൾ ഈ അരാന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഹിപ്പ്, അത് പെൽവിക് റീജിയൻ, ഈ ഹിപ്പ് ബോൺ ഇങ്ങനെ ബ്രോഡനിങ് ചെയ്യും. അതായത് ഈ അരൻ്റെ ഭാഗത്ത് എന്താണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ബ്രോഡനിങ് ഉണ്ടാവും. പുരുഷന്മാർക്ക് ഷോൾഡർ ബ്രോഡനിങ് ഉണ്ടാവുക, സ്ത്രീകൾക്ക് എന്താണ് ഹിപ്പ് ബ്രോഡനിങ് ഉണ്ടാവുക. സ്ത്രീകൾക്ക് എന്തിനാണ് ഹിപ്പ് ബ്രോഡനിങ്? ശരിക്കും സ്ത്രീകൾക്ക് അത് ഡെലിവറി ചെയ്യാൻ, അത് ബേബിനെ പ്രസവിക്കാനായിട്ട് എന്താണ് ഒരു ബോൺ ഇങ്ങനെ വൈഡൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താണ് ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ, മെനാർക്കി. അതായത് നമുക്ക് പീരീഡ്സ്, ഫസ്റ്റ് പീരീഡ്സിനാണ് മെനാർക്കി എന്ന് പറയാം. മെനാർക്കി അറ്റൻഡ് ചെയ്യുന്നതും അഡോളസെൻസിലാണ് ആദ്യത്തെ പീരീഡ്സ് ഉണ്ടാവുന്നത്. പിന്നെ എല്ലാ മാസവും ഇങ്ങനെ പീരീഡ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി എന്താണ് ബോയ്സിൽ ബ്രോഡനിങ് ഓഫ് ഷോൾഡർ, വോയിസ് ഡീപ്പനിങ്, പിന്നെ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ഹെയർ, മുഖത്ത് ഹെയർ വളരും അല്ലേ. ഇനി നോക്കൂ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിൻ്റെ മെയിലിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണെന്ത്, ഇവിടെ വെജൈന. ഓക്കെ, വെജൈന ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇത് സെർവൈക്കൽ കനാലാണ്. ഈ അറ്റത്താണ് വെജൈന. ഇതാണെന്ത്, സെർവൈക്കൽ കനാൽ. ഈ സെർവൈക്കൽ കനാൽ, ഇത് സെർവിക്സ്. ഇതെന്താണ്, യൂട്രസ്. ഇതെന്താണ്, ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ്. ഇതെന്താണ്, ഇത് ഓവറി. ഓക്കെ, ഇതെന്താണ്, പീനസ് അല്ലേ. ഇതാണ് പീനസ്. ഇതാണെന്ത്, ഇതാണ് ടെസ്റ്റസ്. ഇതാണെന്ത്, വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇവിടെ 3 ഗ്ലാൻഡ് ഉണ്ട്. സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. അതൊരു കോമൺ ഡെക്റ്റ് ആയതാണ്. ഇതൊരു കോമൺ ഡെക്റ്റ് ആയതാണ് ഇവിടെ. എന്നിട്ട് പിനസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് എന്ത്, നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇനി നോക്കൂ, മിസ് കാണിച്ചില്ല, ഇതെന്താണ്, ഇതാണ് നമ്മളുടെ പീനസ് അല്ലേ. ഇതാണ് ടെസ്റ്റിസ്, ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസ് എവിടെ ഇരിക്കുന്നത്, പീനസിൻ്റെ പിറകിലുള്ള ഒരു സ്ക്രോട്ടം ബാഗിലാണ് എന്തിരിക്കുന്നത്, പീനസിൻ്റെ പിറകിലുള്ള സ്ക്രോട്ടം ബാഗിലാണ് എന്ത്, ഈ ടെസ്റ്റിസ് ഇരിക്കുന്നത്. 2 ഉണ്ട ബോൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് ഒരു ബാഗ് പോലത്തെ സ്ട്രക്ചർ, സ്ക്രോട്ടം ബാഗിലാണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. അതാണ് എന്ത്, സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേമിനെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് പോകും, വാസ് ഡിഫറൻസ് വഴി മുകളിലേക്ക് പോവുക ചെയ്യാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. അപ്പോൾ നമ്മളുടെ ബോയ്സിൻ്റെ, അതായത് മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ പിനസ് എന്ന് പറഞ്ഞാൽ പീനസ് എന്നാ പറയാം. ഈ പെനിസിൻ്റെ പിറകിലായിട്ട് 2 ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതൊരു ബാഗ്, സഞ്ചി പോലുള്ള, സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സഞ്ചി പോലുള്ള അറയിലാണ് ഇരിക്കുന്നത്. അതെന്താണ് ശരീരത്തിൻ്റെ പുറത്ത് കൊടുത്തതെന്ന് വെച്ചാൽ, അതിനെപ്പോഴും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതൊരു 2 ഡിഗ്രി സെൽഷ്യസ് കുറവ് വേണം, എങ്കിൽ മാത്രമേ അതിന് ആക്റ്റീവായിട്ട് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പേമാണ് എന്ത് ചെയ്യുന്നത്, സ്പേമാണ് ശരിക്കും നമുക്ക് ഫെർട്ടിലൈസേഷന് വേണ്ടത്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരിലെ വിത്ത് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ സ്പേമും സ്ത്രീകളിൽ എഗ്ഗുമാണ്, ഓവവുമാണ്. അപ്പോൾ ഈ സ്പേം പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ, സ്പേം പ്രൊഡ്യൂസ് ആവേണ്ടേ, ഈ സ്പേം ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും, അതിവിടെ എപ്പിഡിഡിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗമാണിത്. എന്താണ്, എപ്പിഡിഡിമസ്. ഓക്കെ, എപ്പിഡിഡിമസിന്റെ പ്രത്യേകത എന്താണ്, എപ്പിഡിഡിമസ് ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. എപ്പിഡിഡിമസ് ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ ടെമ്പററി സ്റ്റോറേജ് സ്പേസിലേക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ, സ്പേം എത്തിക്കഴിഞ്ഞാൽ, സ്പേം ഉണ്ടാവുമ്പോൾ തന്നെ അതെന്താണ്, ഇനാക്റ്റീവ് ഫോമിലാണ് സ്പേം. ഈ ഇനാക്റ്റീവ് ഫോമിലുള്ള സ്പേമിനെ ആക്റ്റീവ് ആക്കാനും അതിന് മോട്ടിലിറ്റി കൂട്ടാനും ഒക്കെ എപ്പിഡിഡിമസിൽ സ്റ്റോർ ചെയ്യും. എപ്പിഡിഡിമസിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പിഡിഡിമസിൽ ഇരിക്കൂല. എപ്പിഡിഡിമസ് എന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും, വാസ് ഡിഫറൻസിലേക്ക് പോകും. വാസ് ഇഫറൻഷ്യ ഉണ്ട്, വാസ് ഇഫറൻഷ്യ കഴിഞ്ഞിട്ട് എപ്പിഡിഡിമസിൽ എത്തുന്നത്. എപ്പിഡിഡിമസ് ഒന്നും അതെന്ത് ചെയ്യും, വാസ് ഡിഫറൻസിലേക്ക് പോകും. എങ്ങോട്ടാ പോകുന്നത്, വാസ് ഡിഫറൻസിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ സ്പേം ആക്റ്റീവായ സ്പേം എപ്പിഡിഡിമസ് എങ്ങോട്ട് പോയി, വാസ് ഡിഫറൻസിലേക്ക് പോയി. ഈ വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ വരികയാണല്ലോ. മുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വാസ് ഡിഫറൻസിലൂടെ സ്പേം ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ട്, സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഉണ്ട്. ഏതൊക്കെയാണ്,
സെമിനൽ വെസിക്കിൾ, സെമിനൽ വെസിക്കിൾ. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഏതാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പിന്നെ ഏതാ ഉള്ളത്? ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇവർ മൂന്നാൾക്കാരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ഉണ്ട്. ആ സെക്രീഷനെ പറയുന്ന പേരെന്താണ്? ഇവർ മൂന്നാൾക്കാരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എന്താണ്? അവർ സെമിനൽ പ്ലാസ്മ. ഓക്കെ, എന്താ പറയാ? സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയിലേക്ക് ആര് കൂടിച്ചേരും? ഈ സ്പേം കൂടിച്ചേരും. സ്പേം ഇവർ മൂന്നാൾക്കാരും സെക്രീറ്റ് ചെയ്യുന്നത് കോമൺ ഡക്റ്റിലേക്കാണ്. ഇവരുടെ സെക്രീഷൻ അതിന് സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ആ സെമിനൽ പ്ലാസ്മയിലേക്ക് ഈ സ്പേം, ഈ വാസ് ഡിഫറൻസിലൂടെ വരുന്ന മൈക്രോസ്കോപ്പിക് സ്പേംസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിമൻ. എന്താ കിട്ടുക? സിമൻ അല്ലെങ്കിൽ സെമൻ എന്ന് പറയും. അത് ഏതിലൂടെയാണ് പുറത്തു വരിക? അത് പീനസ് വഴി യുറീത്രൽ ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് വരും. ഈ ഒരു സിമൻ ഇജാക്കുലേറ്റ് ചെയ്ത് ഇൻസെമിനേഷൻ നടക്കുന്നത് ഫീമെയിൽ വെജൈനയിലാണ്. ഫീമെയിൽ വെജൈനയിൽ എത്തിക്കഴിഞ്ഞ സ്പേം വെജൈനയിലെ സെർവൈക്കൽ കനാലിലൂടെ സെർവിക്സ് വഴി യൂട്രസിലൂടെ ഫെലോപ്പിയൻ ട്യൂബ് വഴി ഇവിടെ എത്തും. ആംപുല്ല എന്ന് പറഞ്ഞ റീജിയനിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഓവം റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓവം റിലീസ് ചെയ്തിട്ടുണ്ട്. ഓവം ഇങ്ങനെ സ്പേമിനെ കാത്തുക്കേനും. ആ സ്പേമും ഈ ഓവം കൂടെ ഫ്യൂസ് ആവും. ഈ സ്പേമും ഓവം കൂടെ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്പേം. ഓവറി റിലീസ് ചെയ്ത ഓവം ഈ ഫെലോപ്പിയൻ ട്യൂബിൽ കയറി നിൽക്കണ്ടേനു. അപ്പോഴാണ് ഇൻസെമിനേഷൻ കഴിഞ്ഞിട്ടുള്ള സ്പേം വന്നത്. സ്പേമും ഓവം കൂടി ഫ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേം പറഞ്ഞോ. നമുക്ക് എന്ത് കിട്ടും? സൈഗോട്ട് കിട്ടും. എന്താ കിട്ടുക? സൈഗോട്ടാണ് സിംഗിൾ സെൽ. അത് ഡെവലപ്പ് ആയിട്ടാണ് പിന്നീട് എന്തുണ്ടാവുന്നത്? ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ സൈഗോട്ട്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്നത്. ഫ്രോഗൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? സെമന്, അതായത് എഗ്ഗ് എന്ത് ചെയ്യും? വാട്ടർ ബോഡിയിലേക്ക് റിലീസാവും. മെയിൽ ഫ്രോഗ് വന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ സ്പേമും വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ എഗ്ഗും സ്പേമും ഫ്യൂഷനൊക്കെ വാട്ടർ ബോഡിയിൽ നിന്ന് നടന്നിട്ട് തവള പൊട്ടന്മാർ എന്ന് പറഞ്ഞ ടാഡ്പോൾസ് ഉണ്ടാവും വാട്ടർ ബോഡിയിൽ. ഓക്കെ, അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബേബി ഉണ്ടാവുന്നത് കണ്ടല്ലോ അല്ലേ? ബേബി ഇങ്ങനെയാണ് അമ്മേൻ്റെ വയറിൽ ഇരിക്കുന്നത്. ഇനി അമ്മ എന്ത് ചെയ്യും? ഈ യൂട്രസ് കൺട്രാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ ബോഡിയിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കൺട്രാക്ഷൻ, യൂട്രസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലേബർ പെയിൻ എന്നാ പറയുക. അമ്മ വെജൈന വഴി എന്ത് ചെയ്യും? കുട്ടീനെ പ്രസവിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പാർച്ചുറേഷൻ. എന്താ പറയുക? ഡെലിവറി. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റേഷൻ പീരീഡ്. അമ്മ ഒരു വയറ്റിൽ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നത് എത്രയാണ്? 9 months 10 days ആണ് അല്ലേ? 280 days ആണ് മാക്സിമം. അപ്പോൾ അതിന് ജസ്റ്റേഷൻ പീരീഡ് എന്നാ പറയുക. ഇനി ഡെലിവറീനെ എന്താണ്? ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബേബീനെ നമ്മൾ എന്താ പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് മെൻസ്ട്രേഷൻ? അതായത് മെൻസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? നോക്കൂ, പീരിയഡ്സ്, മെൻസ്ട്രേഷൻ, periodic discharge of blood, mucus and unfertilized egg from the uterus through the vagina in female occurring roughly every 28 days. Fertilization does not take place. ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കയറി നിൽക്കുകയാണല്ലോ. ഫെലോപ്പിയൻ ട്യൂബെന്നും സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോഴാണ് ബേബി ഉണ്ടാവുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ മാസം തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ബേബി ഉണ്ടായി യൂട്രസിലേക്ക് വന്ന് കയറി കിടക്കും എന്ന് വിചാരിച്ച് ബോഡി യൂട്രസിൽ നല്ല സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ബേബി വന്നിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അതൊക്കെ എന്താണ്? എൻഡോമെട്രിയൽ ലെയർ എന്നാ പറയുക യൂട്രസിൻ്റെ. അതെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് പീരിയഡ്സ് ആയിട്ട് വരുന്നതാണെന്ത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രേഷൻ. ഓക്കെ, പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ്. ഓക്കെ, ഇത് ഓരോ 28 ദിവസമാണ് നമുക്ക് പീരിയഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്? ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ നമ്മൾ എന്താവണം? ഹെൽത്തി ആയിരിക്കണം. അപ്പം മാത്രമേ പറയാൻ പറ്റുള്ളൂ.
ഇനി നമ്മൾ എന്താണ് പറയുക, പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദർ വിൽ ബി സം ഇൻഫെക്ഷൻസ്, STIs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ആ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിലാണ് എന്തുള്ളത്, എയ്ഡ്സ്, പിന്നെ നമ്മളുടെ HIV വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന HIV വൈറസാണ് എന്തുണ്ടാക്കുന്നത്, എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന് പറയുക. എയ്ഡ്സ് HIV വൈറസ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്, അൺഹൈജീനിക് സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെയാണ് എയ്ഡ്സ് ഉണ്ടാവുന്നത്. പിന്നെ ഗൊണോറിയ, സിഫിലിസ്, ഹെർപ്പിസ്, ജെനൈറ്റൽ ഹെർപ്പിസ്, ഇതൊക്കെ എന്താണ്, STIs ആണ് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ ഉണ്ടാവണം, അല്ലെങ്കിൽ കോൺട്രസെപ്ഷൻ ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ കോണ്ടംസ്, സെർവൈക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ കോണ്ടംസ് ഓർ ഡയഫ്രംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ, അതായത് മെയിൽ പാർട്ട്ണർ റിലീസ് ചെയ്യുന്ന ഒരു ഇൻസെമിനേഷൻ ചെയ്യുന്നില്ലേ, അത് നമ്മുടെ ബോഡിയുമായിട്ട് അവരുടെ ബോഡി ഫ്ലൂയിഡ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാതെ ഒരു പരിധി വരെ തടയാൻ പറ്റും. അതിനാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാസെപ്ഷൻസിന് ഒരു അപ് ടു ദ സെർട്ടൺ എക്സ്റ്റെൻറ്റ്, നോട്ട് കംപ്ലീറ്റ്ലി ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ, ബേർത്ത് കൺട്രോളിനും അത് പറ്റും. ഓക്കെ, കോൺട്രാസെപ്ഷൻ പറ്റും. അപ്പോൾ കോൺട്രാസെപ്ഷൻ എന്താണ്, നാച്ചുറലും ഫിസിക്കലും ഫിസിക്കൽ ബാരിയർ, കെമിക്കൽ ബാരിയറും ഒക്കെ ഉണ്ട്. അതായത് കോൺട്രാസെപ്ഷൻസിൽ എന്താണ്, കോണ്ടംസ് യൂസ് ചെയ്യുന്നതാണ് എന്ത്, അതൊരു ഫിസിക്കൽ ബാരിയറാണ്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇൻസെമിനേഷൻ അല്ലെങ്കിൽ റിലീസ് ഓഫ് ദ സീമൻ ഇൻ ദ വെജൈൻ ഓഫ് ദ ഫീമെയിൽ പാർട്ട്ണർ ഷുഡ് നോട്ട് ഹാപ്പൻ. ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, സീമൻ എന്ത് ചെയ്യണ്ട, റിലീസ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് നാച്ചുറൽ മെത്തേഡാണ്. കോണ്ടംസോ ഡയഫ്രംസോ യൂസ് ചെയ്യാം, അതൊരു ബാരിയറാണ്. ഓറൽ പിൽസ് ഉപയോഗിക്കാം, അതൊരു കെമിക്കൽ മീൻസ് ആണ്. സർജിക്കൽ മെത്തേഡ് ഉണ്ട്, അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്താണ്, ഇത് പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് എന്താണ്, ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിൽ പെടുന്നതല്ല. സർജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാസെക്ടമി, ട്യൂബെക്ടമി. വാസെക്ടമി എന്ന് പറഞ്ഞാൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യാം മെയിൽ പാർട്ട്ണറിൻ്റെ, അതാണ് വാസെക്ടമി. എങ്കിൽ ട്യൂബെക്ടമി, ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കിട്ടുന്നതാണെന്ത്, ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ഫെലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്യുക. മെയിൽ പാർട്ട്ണറിന് വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ സർജിക്കൽ മീൻസ്, സർജിക്കൽ മെത്തേഡ്. ഓക്കെ, നമ്മൾ എന്താണ്, ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസിനെ കൊല്ലും, ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്താണ്, ഈ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പുറത്ത് പറയാത്തത് കേട്ടോ. ഇപ്പോൾ ഡോക്ടേഴ്സ് ഇന്ത്യയിലൊക്കെ അത് ബാൻ ചെയ്തിരിക്കുന്നത്. ആംനിയോസിൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. സ്കാൻ ചെയ്താൽ പോലും ഡോക്ടേഴ്സ് എന്താ റിവീൽ ചെയ്യില്ല, മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും കേട്ടോ. ബേബിൻ്റെ ജെൻഡർ റിവീൽ ചെയ്യില്ല, ടു പ്രിവെൻറ്റ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ്. അല്ലെങ്കിൽ എന്താണ്, പെണ്ണാണെന്ന് പറഞ്ഞാൽ ഗർഭത്തിലെ കുഞ്ഞിനെ കൊല്ലുന്നവരുണ്ട് ഇഷ്ടം പോലെ. നമ്മളെ കേരളത്തിലില്ല, പക്ഷേ എന്താണ്, കേരളത്തിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഐ കനോട്ട് സേ ദാറ്റ് ദർ ഇസ് നോ, ബട്ട് എന്താണ്, കുറച്ച് കുറവാണ്. തമിഴ്നാട്ടിൽ, കർണാടകയിലൊക്കെ ഭയങ്കര കൂടുതലാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. Okay, this is all about the human reproduction. Okay, I hope that you understood how do organism reproduce എന്നുള്ള ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. We are winding up. Go through the chapter and enjoy and study well. Okay, bye.